കേന്ദ്രത്തിന്റെ കിലോയ്ക്ക് 29 രൂപ വിലയുള്ള ഭാരത് അരി കേരളം കീഴടക്കുമ്പോൾ അതിനെ വെട്ടാൻ കേരള സർക്കാർ പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരുന്നു. നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയ ഒരു അരിയാണത്, കെ അരി. ആ കെ അരി ഉടൻ തന്നെ വിപണിയിൽ എത്തിക്കാനുള്ളൊരു നീക്കമാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യവകുപ്പ് അതിൻ്റെ ആലോചന തുടങ്ങിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് ഡയറക്ടർ, സപ്ലൈകോ MD, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി ഇവരോടൊക്കെ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റേഷൻ കട വഴി മതിയായ അരി ലഭിക്കാത്ത വെള്ള നീല കാർഡുള്ളവർക്കാണ് ഈ അരി ലഭിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും 29 രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് അരി ജയ, കുറുവ, മട്ട അരിക്കൊക്കെ ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയുള്ള അരി ഉണ്ടെങ്കിൽ മാത്രമേ കെ അരി ക്ലച്ച് പിടിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകരിൽ നിന്ന് കുറവയും മട്ടയും അരി ശേഖരിക്കും. ജയ അരി സംസ്ഥാനത്ത് പുറത്തുനിന്ന് വാങ്ങി അത് വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത്. ഏതായാലും ഭാരത് അരിക്ക് 29 രൂപയും നല്ല ക്വാളിറ്റിയും ഉള്ളപ്പോൾ അതിന് താഴെ 29 രൂപയ്ക്ക് താഴെ വില നിശ്ചയിച്ചാൽ മാത്രമേ, ഒപ്പം തന്നെ ക്വാളിറ്റി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഭാരത് അരിയെ വെട്ടാൻ കഴിയൂ. ഏതായാലും വില തുച്ഛവും ഗുണം മെച്ചവുമായി മുൻപോട്ട് പോകുമോ അതോ ഉള്ള അരി മുട്ടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇതിനു മുമ്പ് പല പ്രഖ്യാപനങ്ങൾ കേട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.